ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം നടന്ന സ്ഥലത്തു നിന്ന് പിടികൂടിയ പ്രതികളെ പോലീസ് കൈകാര്യം ചെയ്ത രീതി ഏറെ ചർച്ചയായിരുന്നു. ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറിയപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്നാണ് കമ്മീഷണർ പ്രതികരിച്ചത്. പിന്നീട് പുറത്തുവന്ന പ്രതികളുടെ കയ്യും കാലും ഒടിഞ്ഞ നിലയിലാണ് കണ്ടത്. ഇതിനു പിന്നാലെയാണ് ഇളങ്കോ നഗർ എന്ന പേരിൽ നെല്ലങ്കരയിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പോലീസ് കൃത്യമായി ഇടപെട്ടു എന്നത് മാത്രമാണ് ചെയ്തത്. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നാട്ടുകാർ നൽകിയാൽ മതിയെന്നായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം. ഭാവിയിൽ പോലീസിനോട് സ്നേഹമുള്ളവർ, പോലീസ് പ്രവർത്തനത്തിന് അഭിമാനമുള്ള വ്യക്തികൾ, പോലീസിന്റെ പ്രവർത്തനത്തിന് സഹായങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളില്ല നഗരി സംഘങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയാൽ അത് തന്നെ നമുക്കൊരു അംഗീകാരമായിട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ ബോർഡ് പോലീസ് എടുത്തുമാറ്റി. സംഭവത്തിൽ 6 ഗുണ്ടകളാണ് പോലീസിന്റെ പിടിയിലായത്. 3 പോലീസ് ജീപ്പുകളാണ് അന്ന് ഗുണ്ടകൾ തല്ലി തകർത്തത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, പോലീസ് കമ്മീഷണറുടെ പേര് അവർ ആ റോഡിനിടണമെന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടകളെ കൊണ്ട് അവർ എത്രത്തോളം പൊറുതി മുട്ടിയിട്ടുണ്ട്. ഈ പോലീസ് അവരെ പിടികൂടിയപ്പോൾ ഇവർക്ക് എത്രത്തോളം ആശ്വാസമായി എന്നുള്ളത് ആ ബോർഡ് വെച്ചപ്പോഴേ നമുക്ക് മനസ്സിലാകും. അത്രത്തോളം സന്തോഷമായിട്ടുണ്ടാവും അവർക്ക്. പക്ഷേ പോലീസ് ചെയ്തത് പോലീസിന്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞത് ആ കമ്മീഷണറുടെ നിലപാട് അല്ലേ? കഴിഞ്ഞ ദിവസം ഗുണ്ടകളുടെ ഒരു വലിയ ആക്രമണം തന്നെയാണ് പോലീസിന് നേരെ ഉണ്ടായത് തൃശൂർ നെല്ലങ്കരയിൽ. അതിനുശേഷം പോലീസ് കമ്മീഷണറുടെ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ ഒരു കമന്റ് അത് വലിയ തോതിൽ വൈറലാവുകയും ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു, അതായത് ക്രിമിനലുകളെ പോലെ തന്നെ പ്രവർത്തിച്ചു, അപ്പോൾ പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം കണ്ട കാഴ്ചയാണ് എല്ലാവരുടെയും ഞെട്ടിച്ചത്. കാരണം മറ്റൊന്നുമല്ല, തൃശൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ഈ ഗുണ്ടകൾ എല്ലാവരും തന്നെ പുറത്തിറങ്ങി വരുന്നത് എല്ലാവരുടെയും കയ്യും കാലും ഒടിഞ്ഞ നിലയിലായിരുന്നു. അതാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദമുണ്ടാക്കിയത്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള ഗുണ്ടകൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്നും കർശനമായ നടപടി ഉണ്ടെങ്കിലേ നാട്ടിൽ ഇത്രത്തോളം വലിയ അക്രമം നടക്കുമ്പോൾ സമാധാനം ഉണ്ടാകൂ എന്നുള്ള കൃത്യമായ ഒരു ബോധ്യമാണ് അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നിരവധിയായ നാളുകളായി പരാതിപ്പെടുകയാണ്. ഇത്തരത്തിൽ അവിടെ ലഹരി മാഫിയകൾ വരുന്നു, അതിനോടൊപ്പം തന്നെ അത്തരത്തിൽ വലിയ തോതിലുള്ള ഗുണ്ടകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതും. അതോടുകൂടിയാണ് നെല്ലങ്കരയിലെ ഈ വൈലോപ്പിള്ളി നഗറിലുള്ള ഈ മേഖലയിൽ ഇതിപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ് പോലീസ് കമ്മീഷണറുടെ പേരിൽ ഒരു ബോർഡ് സ്ഥാപിക്കുന്നത്. അത് ഇങ്ങനെയായിരുന്നു, ഇളങ്കോ നഗർ എന്നുള്ളതായിരുന്നു. ആ സ്ഥലത്തിന് അവർ തന്നെ പേരിട്ടു. ഇതിന് കമ്മീഷണറുടെ ഭാഗത്തുനിന്നും മറുപടിയും ഉണ്ടായി. കാരണം ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ ഞങ്ങളുടെ ജോലിയാണ്, ആ ജോലിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നും തന്നെ അതിന് മറ്റൊരു തരത്തിലുള്ള വലിയ ഏതെങ്കിലും തരത്തിലുള്ള അപ്രീഷിയേഷൻസ് ഒന്നും വേണ്ട എന്നുള്ള ഒരു കാര്യമാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഇതൊക്കെ തന്നെ തങ്ങളുടെ ജോലിയാണ് എന്ന് പറയുമ്പോഴും കർശനമായ നടപടിയുമായി സിറ്റി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇനിയും ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടാകുമെന്ന് അവരും പറയുന്നു. എന്തായാലും പോലീസ് തന്നെ ആ ബോർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയെങ്കിൽ പോലും ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികൾ എല്ലാ പ്രവർത്തികളും നെല്ലങ്കര വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണല്ലേ ഈ ഗുണ്ടകളെ ഒക്കെ ഇങ്ങനെ പിടികൂടിയത്. ശരി.